അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1401. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ നബി സയ്യിദിൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാൽ. അബൂ സയ്യിദ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം അവിടുന്ന് പറഞ്ഞു, അർസലത്ത് ബിന്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ അടുക്കലേക്ക് ഒരാളെ അയക്കുകയാണ്. ഇന്ന ബിനി ഖദ് ഹുദിറ, നിശ്ചയമായും എൻ്റെ മകൻ മരണാസന്നമായിട്ടുണ്ട്, മരണാസന്ന നിലയിലാണുള്ളത്. അതുകൊണ്ട് ഫഷ്ഹദ്ന, ഞങ്ങളുടെ അടുത്തേക്കൊന്ന് നിമിത്തങ്ങൾ ഹാജറാവണം, ഞങ്ങളുടെ കൂട്ടത്തിൽ നിമിത്തങ്ങളും വരണം എന്ന് പറഞ്ഞ് ആളയച്ചു. ഫഅർസല യുഖരിഉ സലാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ആളയച്ചു, സലാം കൊടുത്തയച്ചുകൊണ്ട്. വയഖൂൽ, അവിടുന്ന് പറയുന്നു, ഇന്ന ലില്ലാഹി മാ അഖദ്, നിശ്ചയമായും അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ് അവൻ പിടിക്കുന്നതൊക്കെ. വലഹു മാ അഅത, അവൻ നൽകിയതും എല്ലാം അവനുള്ളതാണ്. അവൻ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ്. ഏത് സമയത്തും അത് അവന് തിരിച്ചെടുക്കാനും അവകാശമുണ്ട്. അപ്പൊ അവൻ തിരിച്ചെടുക്കുന്നതും അവൻ നൽകിയതും ഒക്കെ അല്ലാഹുവിൻ്റെതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബി അജലി മുസമ്മ, ഏതൊരു വസ്തുവിനും അള്ളാഹുവിൻ്റെ അടുക്കൽ നിശ്ചിത അവധിയുണ്ട്. അതുകൊണ്ട് ഫൽ തസ്ബിർ, അവളോട് ക്ഷമിക്കാൻ പറയണം. വൽ തഹ്തസിബ്, അവൾ കൂലി പ്രതീക്ഷിക്കട്ടെ, പൊറുതിയേട് കാണിക്കരുത്, ക്ഷമിക്കാൻ പറയണമെന്ന് പറഞ്ഞ ആളയച്ചു. അർസലത്ത് ഇലൈഹി തുഖ്സിമു അലൈഹി ലയഅതിയന്നഹ, വീണ്ടും സൈനബ് റളിയല്ലാഹു അൻഹ മുത്തുനബിയിലേക്ക് ആളയച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യം ചെയ്തുകൊണ്ട് നിർബന്ധമായും തങ്ങൾ ഉപ്പ വരണമെന്ന് പറഞ്ഞ് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വീണ്ടും ആളയച്ചു. അപ്പൊ ഫഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. വമഅഹു, നബി തങ്ങളുടെ കൂടെയുണ്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് വരിജാൽ റളിയല്ലാഹു അൻഹും. ഈ 4 സ്വഹാബാക്കളും മറ്റു സ്വഹാബാക്കളും കൂടെയുണ്ട്. അവർ ഒന്നടങ്കം മകളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഫറുഫിയ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വബിയു, നബി തങ്ങളുടെ അടുക്കലേക്ക് കുട്ടിയെ ഉയർത്തപ്പെട്ടു, നബി തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഫഅഖഅദഹു ഫീ ഹജ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയെ അവിടുത്തെ മടിത്തട്ടിലിരുത്തി. വനഫ്സുഹു തഖഅഖഉ, ആ ഹൃദയം ഇങ്ങനെ പിടക്കുന്നുണ്ട്, ശ്വാസം ഇങ്ങനെ മുറിഞ്ഞു കളിക്കുന്നുണ്ട്, വല്ലാത്തൊരു സക്രാത്തിന്റെ ഒരവസ്ഥയിലാണ് ഉള്ളത് കുട്ടി. ഈ രംഗം കണ്ടപ്പോൾ ഫഫാദത് ഐനാഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഫഖാല സഅദ്, ഈ രംഗം കണ്ടപ്പോൾ കൂടെയുള്ള സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ ഹാദാ, ഇതെന്താണ്? നിങ്ങളല്ലേ ക്ഷമിക്കാൻ പറഞ്ഞു, പൊറുതിയേട് കാണിക്കരുത്, ക്ഷമിക്കണം, കൂലി പ്രതീക്ഷ എന്ന് പറഞ്ഞ് ആളയച്ചത്, അവിടുന്ന് എന്താണ് കരയുന്നത് നബിയെ? ഫഖാല, അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ, ഇതൊരു കാരുണ്യമാണ്, ഇതൊരു കൃപയാണ്. ജഅലഹ അല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹു തആല അവന്റെ അടിമകളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേക കാരുണ്യമാണ്. ഇതൊരിക്കലും ഒരു പൊറുതിയേട് കാണിക്കലല്ല, ഇത് കാരുണ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കരച്ചിലാണ്. അതുകൊണ്ട് അത് തെറ്റല്ല, അത് റഹ്മത്താണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ സൃഷ്ടികരോട് ആരൊക്കെ റഹ്മത്ത് കാണിക്കുന്നുണ്ടോ അവർക്ക് അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാവുള്ളൂ എന്ന സന്ദേശം കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. നാം കാരുണ്യമുള്ളവരാവണം, എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നവരാവണം, എന്നാലേ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നൊരു വലിയൊരു സന്ദേശമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. അള്ളാഹു ഇതെല്ലാം ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം.